പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്യുവാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡിന് വേണ്ടി നമ്മളൊരു തീം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തീം എവിടെ നിന്ന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്റ്റൻഷൻ എന്നുള്ള കോളത്തിൽ വന്നിട്ട് കോഡ് ടു ബി സ്മാർട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് ടു ബി സ്മാർട്ട് ഡാർക്ക് പൈ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ടാട്ടോ അത് സെർച്ച് ചെയ്തിട്ട് കാണാത്തത്. സോ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ഡാർക്ക് പൈ ഓക്കെ ഇൻ്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഇത് കാണാത്തത്. കോഡ് ടു ബി സ്മാർട്ട് ഡാർക്ക് പൈ എന്നാണ് ആ എക്സ്റ്റൻഷൻ്റെ പേര്. നമ്മൾ ഇറക്കിയിരിക്കുന്ന ഒരു തീമാണ്. ഓക്കെ, ഇതാണ് ആ തീം. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നിങ്ങളെല്ലാവരും ഡൗൺലോഡ് ചെയ്തിട്ട് റേറ്റിംഗ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും തന്നെ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് വരാം. എന്താണ് ഇന്നത്തെ ടോപ്പിക്ക്? ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോൾ ബാക്ക് ഫംഗ്ഷനാണ്. കോൾ ബാക്ക് ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അതിന് മുമ്പ് ഫംഗ്ഷൻ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. സാധാരണ ഒരു ഫംഗ്ഷൻ തന്നെയാണ് കോൾ ബാക്ക് ഫംഗ്ഷനും. നിങ്ങൾക്ക് ഫംഗ്ഷൻ എല്ലാം അറിയാമല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹയർ ഓർഡർ ഫംഗ്ഷൻ ആയിരുന്നു കഴിഞ്ഞ ദിവസം പഠിച്ചത്. ഇന്ന് കോൾ ബാക്ക്. ഓക്കെ, കോൾ ബാക്ക് എന്ന് പറഞ്ഞൊരു ടേമാണ്. അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്താണെന്നുള്ളത്. ഈ കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ ആഡ് ചെയ്യും. ബട്ട് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതായത് ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് പിന്നീട് എപ്പോഴായിരിക്കും. പക്ഷെ അവിടെ ഫംഗ്ഷൻ ഉണ്ട്, പക്ഷേ ആ ഫംഗ്ഷൻ ആ സമയത്ത് വർക്ക് ചെയ്യില്ല. ആ ഫംഗ്ഷൻ നിശ്ചലാവസ്ഥയിലായിരിക്കും. പക്ഷെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യും. അതായത് കോൾ ബാക്ക് ഫംഗ്ഷൻ ആഡഡ് ബട്ട് എക്സിക്യൂട്ട് ലേറ്റർ ടൈംസ്. അതായത് എവരി ടൈം റൺ ചെയ്യും. അത് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ പരിചയപ്പെടാം. കോൾ ബാക്ക് ഫംഗ്ഷൻ പരിചയപ്പെടാൻ വേണ്ടി ഞാൻ index.html വരുന്നു. ഓക്കെ, index.html ഷിഫ്റ്റ് നെക്കി എക്സ്പ്ലനേഷൻ മാർക്കിട്ട് എൻ്റർ അടിക്കുമ്പോൾ ഇങ്ങനെ വരും. ഇത് നമ്മുടെ തീമിൻ്റെ കളറാട്ടോ. ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ഡാർക്ക് പൈ, ഇതാണ് നമ്മുടെ തീം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, കോഡ് ടു ബി സ്മാർട്ട് ഡാർക്ക് പൈ എക്സ്റ്റൻഷന് വരിക. ഇവിടെ ഈ എക്സ്റ്റൻഷനിൽ വരിക, നിങ്ങൾ സെർച്ച് ചെയ്യുക കോഡ് ടു ബി സ്മാർട്ട് സ്പേസ് ഡാർക്ക് പൈ, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ index.html ഇവിടെ ഞാനൊരു ബട്ടൺ ആഡ് ചെയ്യാൻ പോണ്. ഓക്കെ, ബട്ടൺ ഞാൻ ആഡ് ചെയ്തിട്ട് ബട്ടണിൽ ഞാൻ ക്ലിക്ക് ഒന്ന് കൊടുത്തു. ഓക്കെ, ദെൻ ഞാനിവിടെ ഞാനിപ്പോൾ ഇവിടെ ഞാനിവിടെ എനിക്കൊരു ID കൊടുക്കാം. ഞാനിവിടെ ഒരു ID കൊടുക്കുവാണ്. ID നെയിം ഞാൻ BT എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റെ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഞാൻ അവിടെ ലിങ്ക് ചെയ്യിക്കുവാണ്. ജാവാസ്ക്രിപ്റ്റ് ഫയൽ. ഓക്കെ, സ്ക്രിപ്റ്റ് src call.js അല്ലേ, call.js. ഓക്കെ, ഞാൻ എൻ്റെ ജാവാസ്ക്രിപ്റ്റ് ഫയൽ ലിങ്ക് ചെയ്യിച്ചിട്ടുണ്ട്. ഇനി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം എനിക്ക് ഒരു കാര്യം വർക്ക് ചെയ്യണം. സോ ഞാനൊരു ഫംഗ്ഷൻ ഈ ബട്ടൺ കൊടുക്കാൻ പോവാണ്. അതായത് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു പറഞ്ഞ കാര്യം നടക്കുകയുള്ളൂ. ഓക്കെ, ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു കാര്യം നടക്കുകയുള്ളൂ. അതായത് ഫംഗ്ഷൻ ആഡഡ് ബട്ട് എക്സിക്യൂട്ട് ലേറ്റർ ടൈംസ്. അതായത് നമ്മൾ ഫംഗ്ഷൻ ആഡ് ചെയ്യും, പക്ഷേ ആ ഫംഗ്ഷൻ എപ്പോഴാണ് വർക്ക് ചെയ്യണം, അത് പിന്നീടായിരിക്കും വർക്ക് ചെയ്യണം. അത് തന്നെയാണ് കോൾ ബാക്ക് ഫംഗ്ഷൻ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഞാനിവിടെ വരുന്നു, call.jsൽ വരുന്നു. എനിക്കിപ്പോൾ അതൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം. സോ ലെറ്റ് ബി ബട്ടൺ, ഞാൻ ബട്ടൺ എന്ന് തന്നെ എഴുതി. ഡോക്യുമെൻറ്റ് ഡോട്ട്, ഇതൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ട്യൂട്ടോറിയലിൽ പോയി പഠിക്കാം കേട്ടോ. document.query സെലക്ടറിൻ്റെ അകത്ത് അത് എന്തായിരുന്നു, അത് ID ആയിരുന്നു. ഓക്കെ, ID #btn. ഓക്കെ, ഞാനതിപ്പം ഈ ഒരു വേരിയബിളിൽ സ്റ്റോർ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ വേരിയബിളിൽ ദെൻ ഞാൻ ബട്ടൺ ഡോട്ട് ആഡ് ഇവൻറ്റ് ലിസ്റ്റർ, ഞാൻ ഇതിനൊരു ഇവൻ്റ് ആഡ് ചെയ്യാൻ പോവാണ്. ഒരു ഫംഗ്ഷൻ ഞാൻ ഇതിന് കൊടുക്കാൻ പോവാണ്, ഒരു ഇവൻ്റ്. അതായത് ക്ലിക്ക് ചെയ്യുമ്പോൾ സംതിങ് നടക്കണം. സോ ഞാൻ എന്താണ് നമ്മുടെ ഇവൻ്റ് ക്ലിക്കാണ്. സോ ഞാൻ ക്ലിക്ക് കൊടുത്തു, CLICK ക്ലിക്ക് കൊടുത്തു. ദെൻ ഞാനൊരു ഫംഗ്ഷൻ കൊടുക്കുവാണ്. ഓക്കെ, ഫംഗ്ഷൻ കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെഴുതാം, console.log എന്ന് എഴുതാം. console.log വർക്കിംഗ് എന്ന് കൊടുക്കാം. ഓക്കെ, വർക്കിംഗ്. ഓക്കെ,
ഫോണ്ട് സൈസ് ഇച്ചിരി കൂടി കൂട്ടിയേക്കാം. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ സാധിക്കും അല്ലേ? ഞാനിത് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ അടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഇൻസ്പെക്റ്റിൽ വന്നിട്ട് ഇവിടെ കൺസോളിൽ വന്നിട്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. ഈ കൺസോളിന് ഇച്ചിരി കൂടി ഹെൽപ്പും കൂടിയും കൊടുക്കാം അല്ലേ? ഓക്കെ, ഇത് കണ്ടോ, ഞാൻ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഇവിടെ കണ്ടോ മാറുന്നത്. അതായത് ഫംഗ്ഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, ഇതിനൊരു ഈവൻറ്റ് ലിസണർ, ഒരു ഈവൻറ്റ്, അതായത് ഇത് ആക്ച്വലി ഒരു ഫംഗ്ഷൻ തന്നെയാണ്. സോ നമ്മളൊരു ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫംഗ്ഷൻ ആഡഡ് ബട്ട് എക്സിക്യൂട്ട് ലേറ്റർ ടൈംസ്. അതായത് നമുക്ക് ആവശ്യമുള്ള സമയം മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അതിനെയാണ് കോൾ ബാക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഇതൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ ഒരു ഉദാഹരണം മാത്രമായിട്ടോ ഞാൻ പറഞ്ഞത്. അതായത് ഞാനൊരു ബട്ടൺ വെച്ച് ഒരു ഈവൻറ്റ്, അതായത് ഒരു ജാവാസ്ക്രിപ്റ്റ്, ഒരു HTML ഈവൻറ്റ് വെച്ച് നിങ്ങളെ കോൾ ബാക്ക് ഫംഗ്ഷന് ഞാനൊരു ഉദാഹരണം മാത്രമാണ് കാണിച്ചു തന്നിരിക്കുന്നത്. മറ്റനവധി രീതിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, കോൾ ബാക്ക് ഫംഗ്ഷൻസ് നമ്മൾ എല്ലാ സമയത്തും എഴുതുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്റ്റിലെല്ലാം കോൾ ബാക്ക് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കും. API കോൾ ചെയ്യണത്, ഫെച്ച് ചെയ്യണത്, കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുണ്ട്. സോ അപ്പം എന്താ ഇപ്പോൾ പറയുക, താങ്ക് യു ഫോർ വാച്ചിങ്. അതുമാത്രമല്ല, മറക്കാതെ നമ്മുടെ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ്. എന്നിട്ട് ഇവിടെ വന്ന് സെർച്ച് ചെയ്താൽ മതി. OTP സ്മാർട്ട് സ്പേസ് ഡാർക്ക് പൈ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക മാത്രമല്ല, റേറ്റ് ചെയ്യുക. ഓക്കെ, ഈ തീം എനബിൾ ചെയ്തതിൻ്റെ കേട്ടോ ഇപ്പോൾ ഈ കളറിൽ ഇവിടെ കണ്ടോ, കളറിലൊക്കെ വ്യത്യാസം വന്നേക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.